മനുഷ്യരാ മലയാള സിനിമയിൽ ഒരുപാട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹാസ്യതാരങ്ങളായിരുന്നു ഉണ്ടായിരിക്കുന്നത്. അതായത് ശങ്കരാടി ചേട്ടനായാലും പപ്പു ചേട്ടനായാലും അതുപോലെ അടൂർ ഫസി സാറായാലും ഇവരൊക്കെ ആണെങ്കിൽ പോലും മണിച്ചേട്ടനെ ഇവർ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഏതാണ് മനുഷ്യരാ? ശരിക്കും എനിക്ക് സ്വാധീനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടായിരുന്നത് പപ്പുവേട്ടനായിരുന്നു. പാവട്ട എത്രയോ നല്ലൊരു മനുഷ്യൻ, എന്താ പറയുക. പിന്നെ പ്രത്യേകിച്ച് കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം, അവർക്കൊരു എന്താ പറയുക, നമ്മളോട് സംസാരിക്കുമ്പോഴും ഹായ് മണിയേട്ട് എന്താണ് ഭയങ്കര ആത്മാർത്ഥയാണ്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തൊരു സ്നേഹമെന്ന് പറയാം. അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളാണ് പപ്പേട്ടൻ. പപ്പേട്ടൻ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഷൂട്ടിങ്ങിനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്, പപ്പേട്ടൻ പറയും ഏഴോ നമുക്ക് പോയിട്ട് കുറച്ച് മാറ്റിക്കറി കിട്ടുമെന്ന് നോക്കടൂ, ആ വീട്ടിൽ ചോദിച്ചു നോക്കടൂ. അങ്ങനെ ആ വീട്ടിൽ ചെല്ലും, പപ്പേട്ടൻ മീൻകറി മേടിച്ചിരിക്കുന്നുള്ളതാണ്, അത് കൊടുക്കും ചെയ്യും. കാരണം പപ്പേട്ടനൊക്കെ ശരിക്കും ആ വീട്ടിലൊരു അംഗത്തെ പോലെ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് പപ്പേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ അതിനുശേഷം മറ്റേ നമ്മുടെ പപ്പേട്ടനോട് വേഷം ഞാൻ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പപ്പേട്ടനോട് ഒരുപാട് എനിക്ക് പപ്പേട്ടൻ്റെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മായപ്പൊന്മാൻ എന്ന് പറഞ്ഞ പടത്തിൽ ആളാ ഞാൻ എടുത്തു പൊക്കണ സീനുണ്ട്. എടുത്തു പൊക്കിയിട്ട് തല അതിൻ്റെ മുകളിൽ പോയി ഇടിച്ചിട്ട് വരുന്നൊരു സീൻ. പിന്നെ പപ്പേട്ടൻ മരിച്ചപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. ഒരുവിധപ്പെട്ട ആളുകളും മരിക്കുമ്പോഴും നമുക്ക് മരണ വീട്ടിൽ പോകാൻ പറ്റാറില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന വീട്ടിലെ ദുഃഖം മൊത്തം മാറിപ്പോണ്. കാരണം അവിടെ നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ചിരിച്ചും കൈയടിച്ചും കാണുന്ന ആൾക്കാരെ ഇതേ മറ്റാൾ പറഞ്ഞിട്ട് അയ്യോ ഇത്. പക്ഷെ ആ ഒരു വീട് മരണ വീട് വല്ലാത്തൊരു അവസ്ഥയിലാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധപ്പെട്ട മരിച്ച വീടുകളിലൊക്കെ വളരെ അപൂർവം ഞാൻ പോകാറുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ ഇതിന് എനിക്ക് പോകാനും പറ്റില്ല, പാവം. അല്ല, അങ്ങനെ എന്തോ താരം പോയിട്ട് പോലെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ആരാ ചോദിച്ചു, ചടങ്ങൊക്കെ അടിപൊളിയായില്ലെന്ന് ചോദിച്ചു. ചടങ്ങൊക്കെ അടിപൊളിയായില്ലെന്ന് പരിസരം മറന്ന് ചോദിച്ചു. മരിച്ച വീട്ടിലാണ് ചടങ്ങ് അടിപൊളിയായി, അടിപൊളി പരിസരം മറന്ന് ചോദിക്കുന്നതുകൊണ്ട്. താരമാകുന്നതിന് മുമ്പ് മിമിക്രിയിൽ ഒരുപാട് വേദികൾ മണിച്ചേട്ടൻ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് മണിച്ചേട്ടൻ പോയിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ മണിച്ചേട്ടൻ ഈ നാടകത്തിന് ഇടയ്ക്ക് വരുന്നൊരു രംഗമുണ്ട്, ഈ ഓഡിയൻസിനിടയിൽ നിന്ന് വന്നിട്ട് ഇടികൊണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തല്ലി കിട്ടിയപ്പോൾ അടുത്ത് ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് തലശ്ശേരി പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരാളെന്ന് പറഞ്ഞു, മണിച്ചേട്ടാ ഞാൻ അറിയോ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ 1995 മണിച്ചേട്ടൻ കണ്ണൂര് മാഹിയില് പരിപാടിക്ക് വന്നപ്പോൾ ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ കള്ളുകൂടീൻ്റെ മാതിരി കയറി പോകേണ്ട രംഗം ഉണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ആളുകൾ എന്നെ അടിച്ച് നാശാക്കി. എനിക്ക് സ്റ്റേജിൽ ഓടി കയറി എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വീർത്ത്. എന്നിട്ട് സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു അയ്യോ അത് മിമിക്രിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾക്ക് മനസ്സിലായി ദൈവമേ ഞങ്ങൾ തല്ലില്ലോ, മണിച്ചേട്ടാ സോറി കേട്ടോ, നന്നായിരുന്നു പരിപാടി, അടി കിട്ടിയിട്ട് നന്നായിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഐറ്റം തന്നെയാണ് ഗൾഫിൽ പോയപ്പോൾ എന്നെ ഒരു സിനിമാ താരമാക്കിയതും എന്നെ തിരിച്ച് ആൾക്കാർ അറിഞ്ഞതും ആ ഗൾഫ് ഷോയുടെ ഒറ്റ ഗുണം കൊണ്ട് മാത്രമാണ്. അതിനും ഗൾഫിലെ മലയാളികൾക്ക് ഒരുപാട് പങ്കുണ്ട്. ആ കുടിയൻ്റെ ഒരു ഐറ്റം തന്നെയാണ് അത്, നമ്മൾ ഒരിക്കലും മറക്കില്ല. ഈ കള്ളൂടിൻ്റെ ഐറ്റം ആദ്യം കൊണ്ടുവന്ന് ഞാനാണ്.